നിങ്ങൾ തുടർച്ചയായിട്ട് AC ഉപയോഗിക്കുന്നവരാണോ? ഇത് നിങ്ങളുടെ അലർജി കൂട്ടാം, തൊലിപ്പുറമെയുള്ള അസുഖങ്ങൾ കൂട്ടാം, അങ്ങനെ ഒരുപാട് അസുഖങ്ങളിലേക്ക് ഇത് വഴിവെക്കാം. എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. AC-യുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ. അതായത് നമ്മുടെ എയറിൽ, അന്തരീക്ഷത്തിലുള്ള നമ്മുടെ മോയ്സ് കണ്ടന്റ് അത് വലിച്ചെടുത്തിട്ട് കുറച്ച് കളഞ്ഞിട്ടാണ് നമ്മുടെ എയറിനെ തണുപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് അത് റിലീസ് ചെയ്യുന്ന ഡ്രൈ എയർ ആണ്. അപ്പൊ ഫുൾ ടൈം AC ചെലവഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആവാം, കണ്ണിറിറ്റേഷൻ വരാം, തുമ്മൽ വരാം, അതേപോലെ തന്നെ ഇങ്ങനെ തൊണ്ട ഡ്രൈ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചിലർ ചെയ്യണുണ്ടല്ലേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ത്രോട്ട് ക്ലിയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാം. പിന്നെ ചിലവർക്ക് ശ്വാസം മുട്ടൽ വരാം. അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളിലേക്ക് അല്ലെങ്കിൽ അസുഖങ്ങളിലേക്ക് ഇത് വഴിവെക്കാം. അപ്പൊ ഇത് പരിഹരിക്കാൻ നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നതോടുകൂടി തന്നെ നമ്മളെ സ്കിന്നിലെ ഡ്രൈനെസ്, നമ്മളെ ത്രോട്ടിലെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ചെറിയ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ വെക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റിനെ നിയന്ത്രിക്കാൻ ഒരു പരിധി വരെ അതുകൊണ്ട് സാധിക്കും. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക.